ഹലോ, ദേവാന്യ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ദിവസമായില്ലേ ലോങ് വീഡിയോ ഇട്ടിട്ട്, ലോങ് എന്നൊന്നും പറയാല്ലേ. അപ്പം ഇന്ന് അങ്ങനെ ഒരു വീഡിയോ തന്നെ ആയിക്കോട്ടെ. നല്ല മീൻ കിട്ടിയായിരുന്നു കേട്ടോ. മത്തിയും കിട്ടി, അയിലും കിട്ടി. എൻ്റെ വീട്ടിലാണെങ്കിൽ നാളെ അരച്ചേ വെക്കുകയുള്ളൂ എല്ലാ കറികളും. പക്ഷേ കോട്ടയ്ക്കിൽ വന്നതിന് ശേഷം നല്ല അതും മീൻ മുളക് ഇട്ടിട്ടാണ് കേട്ടോ വെക്കുക. അവിടെ എല്ലാവർക്കും അങ്ങനെയാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ അവിടുത്തെ പറഞ്ഞാൽ എൻ്റെ വീട്ടിലുള്ളത് ഇവിടെ ഉള്ളതുകൊണ്ട് ഞാനെന്താ മുളക് ഇട്ടിട്ടുള്ള പരിപാടിയിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നിങ്ങളുടെ അവിടെ എങ്ങനെയാണ് മീൻകറി വെക്കാന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. അതെ, അതേപോലെ തന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ആരും മറക്കരുത്. അതേപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനത്തെ നമ്മുടെ ആവശ്യത്തിനുള്ള മുളക് പൊടിയും മഞ്ഞപ്പൊടിയും പിന്നെ ഉപ്പ് ഇതിലേക്ക് വീഡിയോയിൽ കാണാനില്ല, എന്നാലും ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ നല്ല പുളിവെള്ളം കൂടിയും ചേർത്ത് നന്നായി മിക്സ് ഒക്കെ ചെയ്തിട്ട് നമ്മുടെ മീൻകറി ഞാനിവിടെ റെഡിയാക്കണം കേട്ടോ. എല്ലായിടത്തും പല പല പോലെയാണ് വെക്കുക. ഞാൻ ആ ചെറിയ എളുപ്പവഴി നോക്കണതാണ് കേട്ടോ. ഇത് ഇങ്ങനെയാണ് കോട്ടയ്ക്കൽ അമ്മ വെക്കാറുള്ളത്. അപ്പം ഞാനും അങ്ങനെ തന്നെ വെക്കാന്നൊക്കെ വിചാരിച്ചു. മുളകിൽ ഇങ്ങനെ കൈയിട്ട് അലമ്പിൽ ഞാൻ ഇത്തിരി കുറവാണ്. പക്ഷേ മുളക് വെള്ളം ഉണ്ടാക്കുമ്പോൾ എല്ലാതും കൂടി മിക്സ് ആവാൻ ഇങ്ങനെ തന്നെ ചെയ്യണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ പരിപാടി, അതായത് ഈ സാഹസത്തിന് ഞാൻ മുതിർന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുളക് തൊട്ട് എൻ്റെ കൈ ഏത് വഴിക്കാ നീറാന്ന് പറയാൻ പറ്റില്ല. പച്ചമുളകിൻ്റെ കാര്യമാണെങ്കിൽ പറയണ്ട. അങ്ങനെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും, പിന്നെ പച്ചമുളക് ഞാൻ മാറ്റി, അത് വെറുതെ ഇട്ടുള്ളൂ കേട്ടോ. പിന്നെ തക്കാളിയൊക്കെ ഇട്ടിട്ട് ആ മിക്സിലേക്ക് നന്നായിട്ട് അങ്ങോട്ട് കുഴാന്ന് നന്നായിട്ട് മിക്സ് അങ്ങോട്ട് ചെയ്തെടുത്തു കേട്ടോ. കുറച്ച് നേരം തന്നെ ഞാൻ അതിൽ തൊട്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു, ദൈവമേ എൻ്റെ കൈക്ക് പണി കിട്ടല്ലോ ദൈവമേന്ന്. പിന്നെ മുളക് വെള്ളത്തിന് ടേസ്റ്റ് വരാൻ ഇങ്ങനെ തന്നെ ചെയ്യണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ബാക്കി പരിപാടിക്ക് റിസ്ക് ഒന്നും നോക്കിയില്ല, അങ്ങോട്ട് ചെയ്തു. അങ്ങനെ നേരെ അതിൽ അത്യാവശ്യത്തിന് വേണ്ട വെള്ളവും ചേർത്തിട്ട് നമ്മുടെ അടുപ്പത്ത് അങ്ങോട്ട് വെച്ചു. തൊട്ടപ്പുറത്താണെങ്കിൽ ചോറും. അങ്ങനെ ഇച്ചിരി തളിച്ചു വന്നപ്പോൾ ഞാൻ നമ്മുടെ മത്തിക്കൂട്ടന്മാരെ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒപ്പം തന്നെ ഇപ്പുറത്ത് ഞാൻ നല്ല പോലെ മീനും വറുത്തെടുക്കുന്നുണ്ട്. അയിലയും മത്തിയും ഒക്കെ കൂടിയിട്ടൊന്ന് ഫ്രൈ അങ്ങോട്ട് ചെയ്തെടുത്തു. അങ്ങനത്തെ ഉച്ചയൂണിന് അവിടെ സെറ്റാക്കി കേട്ടോ. അപ്പോഴേക്ക് മൂപ്പര് ഡിമാർട്ട് പോയിട്ട് വന്നു. ഈ മാസത്തെ സാധനങ്ങളൊക്കെ ആയിട്ട് കേട്ടോ. ഞങ്ങൾ മാസത്തിനാണ് വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ മേടിക്കുക. അങ്ങനെ ഇതെല്ലാം ബാഗിൽ നിന്ന് നിരപ്പാക്കി. നിങ്ങൾ ആ ബാഗിൽ എന്തൊക്കെ കൊണ്ടുവരണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ബൈക്കിലാണ് കേട്ടോ പോയി മേടിച്ചിട്ട് വരാതാണ്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ തന്നെ സമയം കുറേ ആയിക്കണം. 5:30 ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ തന്നെ കേട്ടോ. അങ്ങനെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് റെഡിയായി. മോനാണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുക്കണപ്പോൾ വേഗം വന്ന് ഇളിച്ച് കാണിച്ച് അവിടെ നിൽക്കണ്ടേ കേട്ടോ. അങ്ങനെ ഞാനും കുളിച്ച് റെഡിയായി. ഭക്ഷണമൊന്നും അപ്പോഴും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് വരാമെന്നൊക്കെ വിചാരിച്ചിട്ട് നേരെ കഴിക്കാനായിട്ട് പോയി. അങ്ങനെ കുറച്ച് ചോറും അച്ചാറും മീൻ വറുത്തതും പപ്പടമൊക്കെ കൂട്ടിയിട്ട് ഉച്ചയ്ക്ക് അങ്ങോട്ട് ഒരു പിടി അങ്ങോട്ട് പിടിച്ചു. എന്നാലും വലിയ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും അങ്ങോട്ട് കഴിച്ചു. അങ്ങനെ വീട്ടിലവരെ കുറച്ചറിയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു പോയിട്ടൊന്ന് ഐസ്ക്രീം കഴിച്ചിട്ടൊന്ന്. കാരണം മാനൊക്കെ ഇങ്ങനെ കറുത്ത് വന്നപ്പോൾ എനിക്ക് വീട്ടിലിരുന്നിട്ട് ഒരു ഞെരുപിരി, വേഗം പോയിട്ട് ഒരു ഐസ്ക്രീം കഴിക്കണമെന്ന് കേട്ടോ. അങ്ങനെ മോന് ഐസ്ക്രീം കയ്യിലും കഴിച്ചു കൊടുത്തു. പാലും ഐസ്ക്രീമൊക്കെ ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് എല്ലാം മഴയത്ത് അങ്ങോട്ട് പെട്ടു കേട്ടോ. ഈ കാണുന്നതാണ് മൂപ്പരുടെ ജോലി സ്ഥലം. അങ്ങനെ അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് ഞങ്ങൾ കയറി നിന്നത്. അങ്ങനെ ഞങ്ങൾ മഴയത്ത് പെട്ടില്ല, ദൈവം എങ്ങനെ തിരിച്ച് വീട്ടിൽ പോകുമെന്ന് വിചാരിച്ച് പ്രതീക്ഷിച്ച് നിൽക്കുമ്പോഴായിരുന്നു മൂപ്പര് കുടയും കൊണ്ടൊക്കെ വന്നു കേട്ടോ. തൽക്കാലം അവിടെ നിന്നല്ലേ ഒരു വീഡിയോ ഒക്കെ പിടിക്കാന്നൊക്കെ വിചാരിച്ച് അങ്ങനെ നിന്നു. പിന്നെ ഒരു ഓട്ടം ഓടി പതുക്കെ എത്തിയപ്പോൾ മൂപ്പര് കുടയും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഉണ്ണി മൂപ്പരുടെ കൂടെ പോയി. ഞാനാണെങ്കിൽ കുടയിൽ കയറി ഇങ്ങോട്ട് വീട്ടിലേക്ക് വന്നു. വീട്ടിലെത്തിയതും ചെറുതായിട്ടൊന്നും മഴ കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ഐസ്ക്രീം കഴിച്ചിട്ട് ഇന്നത്തെ ഒരു വൈകുന്നേരം ഇവിടെ അവസാനിപ്പിച്ചു കേട്ടോ. അപ്പം അത്രയുള്ളൂ. ബൈ.